നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എമ്പുരാൻ വിവാദം ബിസിനസ് തന്ത്രമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. ആളുകളെ പിരികയറ്റി പണമുണ്ടാക്കുകയാണ് ലക്ഷ്യം. വെറും ഡ്രാമയാണ് നടക്കുന്നത്. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ. മുറിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മുറിക്കാമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത്. അത് കഷ്ടമാണ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഗുജറാത്ത് കലോത്സവവുമായി ബന്ധപ്പെടുത്തി ചിത്രത്തിനെതിരെ BJP സൈബർ ആക്രമണം നടത്തുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതും ഒരു വ്യത്യസ്തമായ പ്രതികരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണം. എന്തായാലും ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതേസമയം എമ്പുരാൻ്റെ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ലെന്ന് ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചു. ആരുടെയും ഭീഷണിയായി ഇതിനെ കാണരുത്. വേറെ ഒരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത്. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തു. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. ചിത്രത്തിൻ്റെ 3ാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. എമ്പുരാൻ സിനിമയിൽ 24 വെട്ടുകളാണുള്ളത്. സ്ത്രീകൾക്കെതിരെ ദൃശ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന സീൻ വെട്ടിയിട്ടുണ്ട്. പ്രധാന വില്ലന്റെ പേര് മാറ്റിയിട്ടുണ്ട്. പ്രധാന വില്ലന്റെ സംഭാഷണ ഭാഗങ്ങളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. NIA പരാമർശം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി കാർഡിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കിയിട്ടുണ്ട്. സിനിമ ദേശവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി തന്നെ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റിയത്. എന്തായാലും 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ 24 ഭാഗങ്ങൾ വെട്ടിയിരിക്കുകയാണ്. എഡിറ്റഡ് സെൻസർ രേഖ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് ബജ്രംഗി എന്നതിന് പകരം ബൽദേവ് എന്നാക്കി. കാണാനില്ല എന്ന പത്രവാർത്തയിലെ പേരും ബൽദേവ് എന്ന് മാറ്റി. ജ്യോതിഷ് മോഹൻ IRSന് നന്ദി പറയുന്ന കാർഡുകളും മാറ്റി. വ്യാപകമായ പ്രതിഷേധം ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് പുറത്തിറങ്ങുന്നത്. മതകേന്ദ്രത്തിന് മുന്നിലൂടെ ട്രാക്ടറുകളും വാഹനങ്ങളും പോകുന്ന ദൃശ്യങ്ങളും മാറ്റിയിട്ടുണ്ട്. അക്രമങ്ങളുടെ മൃതദേഹങ്ങളുടെ സീനുകൾ ഒഴിവാക്കി. ബൽരാജ്, പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളുടെ സീനുകൾ നീക്കം ചെയ്തു. കാറിന് നെയിം ബോർഡ് മാറ്റി. NIA എന്ന വാക്ക് മ്യൂട്ട് ചെയ്തു. TV ന്യൂസ് ദൃശ്യങ്ങൾ മാറ്റി. മസൂദും സയ്യിദ് മസൂദും തമ്മിലുള്ളതും ബൽരാജും മുന്നയും തമ്മിലുള്ളതുമായ സംഭാഷണങ്ങളിലും മാറ്റങ്ങൾ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ തല തുടർച്ചയായി ഭിത്തിയിൽ ഇടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം കാണിക്കുന്ന സീനുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയും അദ്ദേഹത്തിന്റെ പിതാവുമായുള്ള സംഭാഷണത്തിലും ഒരു വെട്ട് ഉണ്ട്. ദേശീയ പതാകയുടെ നിറം സംബന്ധിച്ചുള്ള സംഭാഷണം ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടം വ്യക്തമാക്കിയിരിക്കുന്ന കാർഡ് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്നാക്കി അത് മാറ്റിയിട്ടുണ്ട്. മൊക്സിനെ കൊല്ലുന്ന സീനും മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. സ്വരൂപ കർത്ത, K. റോഷ്നി ദാസ്, GM മഹേഷ്, M. മഞ്ജുഷൻ, T. നദീം, തുഫൈൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ചിത്രം കണ്ട് നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആകെ 2.8 മിനിറ്റ് ദൃശ്യങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. മാറ്റങ്ങളുമായി പുതിയ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലെത്തും. അതേസമയം സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. ഫോണിൽ മല്ലിക സുകുമാരനുമായി താൻ സംസാരിച്ചു. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവർ മലയാള സിനിമാ വ്യവസായത്തിൽ അവിഭാജ്യ ഘടകമാണ്. ഇരുവർക്കും പിന്തുണയുണ്ട്. സൈബർ അറ്റാക്കോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ കേരളത്തിൽ വില പോകില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറെ വില നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ആ പാരമ്പര്യം കേരളം കാത്തു സൂക്ഷിക്കും. എമ്പുരാൻ ഒരു വാണിജ്യ സിനിമയാണെങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ കേരള ജനത അനുവദിക്കില്ല. ഗുജറാത്ത് അല്ല കേരളം എന്നത് സംഘപരിവാർ മനസ്സിലാക്കണം. എമ്പുരാൻ ടീമിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.